blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ സ്പോൺസറുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ ആദ്യം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അബുദാബിയിൽ നിന്നും നിത്യ എൽസ ചാർലി. നമുക്ക് ചേർന്ന് ആ സഹോദരിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ഒരു ജോലിയിൽ കർത്താവെ നീ അങ്ങ് നിയമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹസ്ബൻഡ് ചാർലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയിലുള്ള അനുഗ്രഹങ്ങളും നന്മകളും തൻ്റെ മേൽ കർത്താവെ അങ്ങ് ചൊരിയുമാറാകണമേ. മകൻ നോവയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും ഭാവിക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തപ്പോൾ എന്തെല്ലാം ഉള്ളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ആഗ്രഹിച്ചിട്ടുണ്ടോ, അതിനേക്കാൾ വലുത് കർത്താവെ അവർക്ക് വേണ്ടി അങ്ങ് ചെയ്യാൻ പോകുന്നതിനാൽ നന്ദി പറയുന്നു. ഈ കുടുംബത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു നിത്യ ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. ബിക്കോസ് യു became a blessing to so many people, the Lord is going to bless you abundantly. തുടർന്ന് ഇന്നത്തെ മിറക്കിൾസ് ടുഡേ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഓരോ ദിവസവും ഇതുപോലെ ഓരോ മിറക്കിൾസ് ടുഡേയും നിങ്ങൾ കാണുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഇതുപോലുള്ള നൂറുകണക്കിന് ഇതുവരെ ടെലികാസ്റ്റ് ചെയ്യാൻ കഴിയാതെ ടേപ്പുകളിൽ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. കാരണം നമ്മുടെ സമയക്കുറവ് കൊണ്ട് ഒന്നോ കൂടി വന്നാൽ രണ്ടോ ഒക്കെയാണ് നമുക്ക് ഒരു ദിവസം ടെലികാസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. എന്നാൽ എത്രയോ ഓരോ ആഴ്ചകളിലും ടെസ്റ്റ് മണീസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. യേശു എത്ര നല്ലവനാണ്. എണ്ണിക്കൂടാനാവാത്ത അത്രയും കാര്യങ്ങൾ ഓരോ നിമിഷവും അനേകർക്ക് വേണ്ടി അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എൻ്റെ പേര് യേശുവിൻ്റെ പട്ടികയിലില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. വിശ്വസിക്കുക. ഒരു ദിവസം വൈകിയാലും 2 ദിവസം വൈകിയാലും കാത്തിരിപ്പ് നീണ്ടാലും one day he will do it for you. If he could do it for others, he can do it for you. ബ്രദറിൻ്റെ തൊട്ടരികിൽ നിൽക്കുന്ന സിസ്റ്ററിൻ്റെ പേര് കാർത്തിക എന്നാണ്. അതിന് തൊട്ടരികിൽ നിൽക്കുന്ന മകനായ അനന്തു അജീഷ്. ആ മകന് 12 വയസ്സുണ്ട്. ഈ അമ്മ പറയുന്നത് ഇതാണ്: 3 വയസ്സ് മുതൽ ഈ മകന് ശ്വാസം മുട്ടൽ വരുമായിരുന്നു. ഇപ്പോൾ 9 വർഷത്തോളമുള്ള ശ്വാസം മുട്ടലിൻ്റെ കാര്യമാണ് ഈ അമ്മ പറയുന്നത് ഇങ്ങനെയാണ്: ഈ പനി വരും, അങ്ങനെ അത് ശ്വാസം മുട്ടൽ കൂടും, ജലദോഷം, വല്ലാതെ ബുദ്ധിമുട്ട്, ശ്വാസം വല്ലാതെ ഇങ്ങനെ ആഞ്ഞാഞ്ഞു വലിക്കുന്ന അനുഭവം, ഉറക്കമില്ലായ്മ. മാത്രമല്ല ഈ ശ്വാസം മുട്ടൽ കൂടുമ്പോൾ പലപ്പോഴും ഈ കുഞ്ഞിന് സ്കൂളിൽ പോകുവാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്താണ് ഈ അമ്മയും മകനും കൂടി കഴിഞ്ഞ വർഷത്തെ, അതായത് 2012 ഓഗസ്റ്റ് മാസം ഇതേ ഹോളിൽ ഇവിടെ വെച്ച് നടന്ന, കട്ടപ്പനയിൽ വെച്ച് നടന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വന്നിരുന്നു. 8-ാം തീയതിയായിരുന്നു.
ഓഗസ്റ്റ് 8-ാം തീയതി 2012 ഓഗസ്റ്റ് 8-ാം തീയതി നടന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വന്നിരുന്നു. അന്ന് ബ്രദർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇപ്രകാരം ചില വാക്കുകൾ പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു. ശ്വാസം മുട്ടലുള്ള വ്യക്തികളെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു പറഞ്ഞു. ആ സമയത്ത് ബ്രദർ ഇങ്ങനെയും കൂടി പറഞ്ഞു, അവർ ഈ സമയം യേശുവിനോട് കൂടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഈ അമ്മ ചെയ്തത് ആ സമയം തന്നെ തൻ്റെ മകൻ്റെ തലയിലേക്ക് കൈകൾ എടുത്തു വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഈ അമ്മ പറയുന്നത് ഇങ്ങനെയാണ്, തൻ്റെ ശരീരം ഷിവർ ചെയ്യാൻ തുടങ്ങി എന്നാ പറഞ്ഞത്. ഞാൻ തുള്ളി അതായത് തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു. തലയിൽ കൈവെക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിൽ ഈ അമ്മ ഷിവർ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം കാരണം ഈ മകൻ ഇങ്ങനെ ശ്വാസമുട്ടൽ വരുന്ന സമയത്ത് ഇൻഹേലർ തുടർച്ചയായി ഈ 9 വർഷവും ഈ കുഞ്ഞിനെ ഇത് ഇടയ്ക്കിടയ്ക്ക് വലിക്കണമായിരുന്നു. പക്ഷെ ദൈവം ചെയ്ത അത്ഭുതം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് മാസം 2012 ഓഗസ്റ്റ് മാസം 8-ാം തീയതി അന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞ വാക്കുകൾ ബ്രദർ വിളിച്ചു പറഞ്ഞപ്പോൾ ഈ അമ്മയിലേക്ക് ആ സമയത്ത് ഇവിടെ നിറഞ്ഞു നിന്ന ദൈവസാന്നിധ്യം ഇറങ്ങുകയും ഈ അമ്മ ആ പറഞ്ഞ വാക്കുകളിൽ വിശ്വസിച്ച് ഈ മകന്റെ ശിരസിലേക്ക് കൈയെടുത്ത് വെക്കുകയും ആ നിമിഷം ആ മകനിലേക്ക് ആ ദൈവസാന്നിധ്യം ഇറങ്ങി 9 വർഷമായി ഈ മകൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ആ ശ്വാസം മുട്ടൽ അന്നത്തെ ആ പ്രാർത്ഥനയിൽ അതോടുകൂടി യേശു കർത്താവ് എടുത്തു മാറ്റി. പിന്നീട് 1 വർഷമായി, ഇന്ന് ആഗസ്റ്റാണ്, കഴിഞ്ഞ വർഷം ആഗസ്റ്റിൽ ദൈവം കൊടുത്ത സൗഖ്യം 2013 ആഗസ്റ്റ് മാസത്തിൽ ഇവിടെ സാക്ഷ്യമായി നിൽക്കുകയാണ്. താൻ ഇൻഹേലർ ഉപയോഗിക്കുന്നില്ല, ശ്വാസം മുട്ടലിൽ ഒരു കുഴപ്പവുമില്ല. തുടർച്ചയായി ഈ മകന് സ്കൂളിൽ പോകുവാൻ സാധിക്കുന്നു. 1 വർഷമായുള്ള യേശു കൊടുത്ത രോഗസൗഖ്യം. എനിക്ക് സാക്ഷ്യം പറയാൻ പേടിയായിരുന്നു, ഒരു ഭയമായിരുന്നു. പക്ഷെ ഇന്ന് എനിക്കറിയില്ല, ഞാൻ തന്നെ എഴുന്നേറ്റ് വന്ന് എൻ്റെ കുഞ്ഞിന് വേണ്ടി സാക്ഷ്യം പറയുന്നു. എൻ്റെ യേശു എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചു, എൻ്റെ ജീവിതം തന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാർത്തികയുടെ വിശ്വാസം കണ്ടോ? മോന് ഈ ശ്വാസമുട്ടലുണ്ടായിരുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു മോന്റെ പ്രയാസങ്ങൾ? എനിക്കാണെങ്കിൽ ശരിക്കും ശ്വാസം പോലും വിടത്തില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ചങ്കൊക്കെ ഭയങ്കരമായിട്ട് വേദന എടുത്തിട്ട് ചങ്കിൻ്റെ അകത്ത് എന്നാടോ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് പോലെ തോന്നും. രാത്രിയിലൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? രാത്രിയിൽ ഉറങ്ങാനൊന്നും പറ്റത്തില്ല. രാത്രിയിൽ ഉറങ്ങാൻ പറ്റില്ല. എഴുന്നേറ്റ് കട്ടിലിൽ ചാരി ഇരിക്കുമായിരുന്നു. ഞാൻ കൂടെ അടുത്ത് ഇരുന്നുകൊണ്ട് ഞാൻ കരയും, യേശുവേ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമേ, രോഗസൗഖ്യം തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവമേ എനിക്ക് രക്ഷ തന്നു. മോനെ ഇപ്പോ അതിനുശേഷം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ശേഷം ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ എനിക്ക് നന്നായിട്ട് ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ട്. സ്കൂളിൽ പോകുന്നുണ്ടോ മോൻ? സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പൊ ഡ്രില്ലൊക്കെ കളിക്കുമ്പോ എനിക്ക് ഭയങ്കരമായിട്ടും ഇങ്ങനെ വരുമായിരുന്നു. ഇപ്പൊ ആണെങ്കിൽ അതൊന്നുമില്ല. ഡ്രില്ലിന് പോകുമ്പോ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഡ്രില്ലിനെല്ലാം പോകുന്നുണ്ട്. അനന്തു, എത്ര പേർക്ക് സന്തോഷമുണ്ട്? അനന്തുവിനെ സൗഖ്യമാക്കിയ യേശു ആരെയും സൗഖ്യമാക്കാൻ കഴിവുള്ളവനാണ്. ഹല്ലേലൂയ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ 1 വർഷമായി കർത്താവെ അങ്ങ് നൽകിയ രോഗസൗഖ്യത്തിൽ ജീവിക്കുന്ന അനന്തുവിനോടൊപ്പം അവൻ്റെ അമ്മ കാർത്തികയോടൊപ്പം ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ ഈ സാക്ഷ്യം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ഈ നിമിഷം ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. അപസ്മാര രോഗം സൗഖ്യമാകട്ടെ, ആസ്മ രോഗം സൗഖ്യമാകട്ടെ. കിടപ്പ് രോഗികൾ പോലും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് ഇപ്പോൾ തന്നെ നടക്കാൻ തുടങ്ങട്ടെ. വലിയ വിടുതലുകൾ ഇപ്പോൾ രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. ഇവിടെ ഇരിക്കുന്നവരിൽ അത് നടക്കട്ടെ, ഈ സാക്ഷ്യം കാണുന്നവരിൽ അത് നടക്കട്ടെ. കർത്താവിൻ്റെ വിടുതലുകൾക്കായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പല സിറ്റികളിലും ഗ്രാമങ്ങളിലും എല്ലാം ബ്ലെസ്സിങ് ഫെസ്റ്റിവൽസ് നടക്കുമ്പോൾ it is really exciting to see the testimonies and the crowd coming. യേശുവിനെ അന്വേഷിച്ച് അവൻ്റെ വചനങ്ങൾ തേടി വരുന്ന ജനക്കൂട്ടങ്ങൾ. അവിടെ നൽകപ്പെട്ട സന്ദേശമാണ് ഇതിന് ശേഷം നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. സോ ഗെറ്റ് റെഡി വിത്ത് യുവർ ബൈബിൾസ് ആൻഡ് നോട്ട്ബുക്സ് ആൻഡ് പെൻസ്.
കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 14-15 വാക്യങ്ങളാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവരും ചേർന്ന് പറയാമോ? ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഫോർ Christ's love compels us. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കും, അതിനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ഉണ്ടായിരിക്കും, പ്രേരക ശക്തി ഉണ്ടായിരിക്കും. എന്ത് നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിൽ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി ഉണ്ടായിരിക്കും. പലരുടെയും ജീവിതത്തിൽ ചോദിച്ചാൽ അറിയാം, അവർ മുന്നോട്ട് ജീവിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവർക്ക് വേണ്ടി എല്ലാ കഠിനതകളും മറക്കുകയാണ്. ചിലർ ജീവിക്കുന്നത് മാതാപിതാക്കൾക്ക് വേണ്ടിയായിരിക്കാം. അമ്മയെ ഓർത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറയുന്ന പലരുമുണ്ട്. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ഞങ്ങളുടെ പ്രേരക ശക്തി. എന്ത് ചെയ്യുമ്പോഴും, ജീവിതത്തിൽ ശുശ്രൂഷിക്കുമ്പോഴും, യാത്ര ചെയ്യുമ്പോഴും, എന്തെല്ലാം കാര്യങ്ങൾ ഭൂമിയിൽ ചെയ്താലും അതിൻ്റെ പിന്നിൽ ഞങ്ങളെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. അതിനുശേഷം പറയുന്നത് ബിക്കോസ് we are convinced that one died for all and therefore all died. ആ ഭാഗം ഒന്ന് വായിക്കാമോ മലയാളത്തിൽ? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചുവെന്നും അതുകൊണ്ട് എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഒരു കാര്യത്തിൽ ബോധ്യമുണ്ട്, യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചു, അതുകൊണ്ട് എല്ലാവരും മരിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഇക്വേഷൻ, ദൈവത്തിൻ്റെ ഒരു സമവാക്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭൂമിയിൽ എത്ര കോടി മനുഷ്യരുണ്ടെങ്കിലും അവർക്ക് വേണ്ടി ഒരാൾ എല്ലാം ചെയ്യുകയാണ്, ഒരാളെല്ലാം ചെയ്ത് പൂർത്തിയാക്കുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ സമവാക്യം. എന്ന് വെച്ചാൽ യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. ആ യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ക്രിസ്തുവിനോട് കൂടെ മരിച്ചിരിക്കുന്നതായി ദൈവം കണക്കാക്കുന്നു. എന്തിനാ ക്രിസ്തു മരിച്ചത്? നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളും രോഗങ്ങളും ശാപങ്ങളും മരണവും ചുമന്നുകൊണ്ടാണ് യേശു മരിച്ചത്. അതുകൊണ്ട് ഇനി നാം പ്രായശ്ചിത്തമായി അല്ലെങ്കിൽ പാപത്തിൻ്റെ ശമ്പളമായ ആ മരണത്തിൽ പെടുകയില്ല. കാരണം ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കുന്നു, അതുകൊണ്ട് എല്ലാവരും അവനിൽ മരിച്ചിരിക്കുന്നു. കൈകൾ ഉയർത്തി ഉറക്കെ ഹല്ലേലൂയ പറയാമോ? ഞാൻ ഈ പറയുന്ന ഈ കാര്യം വളരെ ശ്രദ്ധിച്ചു വേണം കേൾക്കാൻ. ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസം ഉളവാകും. ശ്രദ്ധിക്കുന്ന എത്ര പേരുണ്ട്? വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എന്തെല്ലാം യേശു കാൽവരി ക്രൂസിൽ ചെയ്തോ, യേശുവിൽ വിശ്വസിക്കുമ്പോൾ, യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അതെല്ലാം സൗജന്യമായി കിട്ടുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് യേശു മരിച്ചു, അതുകൊണ്ട് നമ്മൾ അവനോടുകൂടെ മരിച്ചിരിക്കുന്നു. യേശു കുഴിച്ചിടപ്പെട്ടതുകൊണ്ട് നാം അവനിൽ വിശ്വസിക്കുമ്പോൾ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. യേശു ഉയർത്തെഴുന്നേറ്റു, അതുകൊണ്ട് നാമും യേശുവിനോട് കൂടെ അവനിൽ വിശ്വസിക്കുമ്പോൾ, വിശ്വസിച്ച് അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ അവനോടുകൂടെ നാമും ഉയർത്തെഴുന്നേറ്റതായി ദൈവം കണക്കാക്കുന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം നടക്കുന്നത് യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെയാണ്. സിംപ്ലി ബിലീവ് ഇൻ ജീസസ് ആൻഡ് എവറിത്തിങ് ഹി ഹാസ് ഡൺ ഈസ് അവേഴ്സ്. വിശ്വസിച്ചാൽ മാത്രം മതി, വേറൊന്നും ചെയ്യേണ്ട ആവശ്യം. വിശ്വസിക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നു.
എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന പലരിലും ഈ അറിവില്ല. അവർ ചുമ്മാ യേശുവിൽ അങ്ങ് വിശ്വസിക്കുകയാണ്. എന്നാൽ യേശു ചെയ്ത എല്ലാ കാര്യങ്ങളിലും എനിക്ക് പങ്കുണ്ട്, എനിക്ക് ഓഹരിയുണ്ട്, എനിക്കതിൻ്റെ പ്രതിഫലമുണ്ട് എന്ന് വിശ്വസിക്കുമ്പോഴാണ് വിടുതലുകൾ സംഭവിക്കാൻ തുടങ്ങുന്നത്. ഉദാഹരണത്തിന്, യേശു കാൽവരി ക്രൂശിൽ മരിച്ചത് ബൈബിൾ വ്യക്തമായി പറയുന്നത് നമ്മുടെ രോഗങ്ങളെ ചുമന്നുകൊണ്ടാണ്. യേശുവിൽ വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ യേശു എൻ്റെ രോഗങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് പലരും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് രോഗസൗഖ്യം അവർക്ക് ലഭിക്കുന്നില്ല. എന്നാൽ നമ്മൾ വിശ്വസിക്കുകയാണ് യേശു മരിച്ചത് എൻ്റെ രോഗങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഉണ്ടാകാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ പറയാമോ? ഇതുപോലെ ഒത്തിരി പേര് വിശ്വസിക്കുന്നുണ്ട്, ഞാൻ ഇന്നൊരു ശാപത്തിലാണ്, ഞാൻ ശാപത്തിൻ്റെ കീഴിൽ കിടക്കുകയാണ്. പക്ഷേ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നത്, നാം യേശുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ശാപങ്ങളും യേശു ആ മരക്കുരിശിൽ ചുമന്നതായി കണക്കാക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ശാപങ്ങളും മാറിപ്പോകുകയാണ്. വലതുകരം ഉയർത്തിപ്പിടിക്കാം, എന്നോട് ചേർന്ന് പറയുക, ഞാൻ ഉറക്കെ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് എൻ്റെ ശാപങ്ങൾ എന്നിൽ നിന്നും മാറിപ്പോയിരിക്കുന്നു. കൈ താഴെയിടാം. ഞാൻ ഈ പറയുന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കുക. എന്തെല്ലാം കാര്യങ്ങൾ യേശു ക്രൂശിൽ ചെയ്തുവോ നമ്മൾ അതിൽ വിശ്വസിക്കുമ്പോൾ അത് നമ്മുടെ സ്വന്തമായി മാറുകയാണ്. ഇത് വിശ്വസിക്കാത്ത പലരും ഇപ്പോഴും സാത്താൻ എൻ്റെ വീട്ടിലുണ്ട്, ഞാനിപ്പോഴും ശാപത്തിൻ്റെ കീഴിലാണ്. കർത്താവിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും ശാപത്തിൻ്റെ കീഴിലാണ്. എന്നാൽ യേശുവിൽ ഒരിക്കൽ നമ്മൾ വിശ്വസിച്ച് കഴിയുമ്പോൾ നാം ശാപത്തിൽ നിന്നും പുറത്തു വരികയാണ്. പിന്നെ ഒരിക്കലും പറയരുത് ഞാൻ ശാപത്തിൻ്റെ കീഴിലാണെന്ന്. പകരം പറയണം, ഞാൻ ഇന്ന് അനുഗ്രഹത്തിൻ്റെ കീഴിലാണ്. കാരണം ശാപത്തിൽ നിന്നും ഞാൻ അനുഗ്രഹത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇപ്രകാരം പറഞ്ഞു. 8-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. അങ്ങനെയെങ്കിൽ യേശുവിലേക്ക് തിരിയുന്ന ഒരു വ്യക്തി ഇനിയും ഇരുളിലല്ല, അത്ഭുത പ്രകാശത്തിലാണ്. ഇരുൾ മുഴുവൻ മാറിപ്പോകുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവർ മനസ്സിലാക്കണം, ഇനി ഞാൻ ഇരുട്ടിലല്ല ജീവിക്കുന്നത്, ഞാൻ വെളിച്ചത്തിലാണ് ജീവിക്കുന്നത്. കാരണം എൻ്റെ മുമ്പിൽ പോകുന്ന വ്യക്തി, ഞാൻ ആരെയാണോ അനുഗമിക്കുന്നത് ആ വ്യക്തി വെളിച്ചമാണ്. കൈകൾ ഉയർത്തിപ്പിടിച്ചിട്ട് പറയാം, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് എൻ്റെ ഇരുൾ മുഴുവൻ മാറിപ്പോയിരിക്കുന്നു. ഞാൻ ഇന്ന് അത്ഭുത പ്രകാശത്തിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നു മുതൽ യേശുവിൽ വിശ്വസിക്കുന്നവർ മനസ്സിലാക്കണം, ഞാൻ ഇനി ഇരുളിൽ അല്ല, ഞാൻ ഇനി ശാപത്തിലല്ല, ഞാൻ ഇനി രോഗത്തിലല്ല, ഞാൻ ഇനി കെടുതികളിലല്ല. ഞാൻ യേശുവിനോട് കൂടെ മരിച്ചു, യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു രോഗിയല്ല, യേശു ശപിക്കപ്പെട്ടവനല്ല, യേശു ദരിദ്രനല്ല. യേശുവിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എനിക്കും ദൈവം തന്നിരിക്കുന്നു. കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറയാം. പൗലോസ് അവിടെ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒന്നാമതായി പൗലോസ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ഞങ്ങളെ നിർബന്ധിക്കുന്നത്. ജീവിതത്തിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ചെയ്യുന്നത്. രണ്ടാമതായി പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, എല്ലാവർക്കും വേണ്ടി ഒരാൾ മരിച്ചിരിക്കുന്നു, അതുകൊണ്ട് എല്ലാവരും മരിച്ചതായി ദൈവം കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് ഇനിയും പാപത്തിന് ഒരു ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ട ആവശ്യമില്ല. റോമാലേഖനം 8-ാം അധ്യായം ആദ്യത്തെ വാക്യങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്, നാം ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഒരു ശിക്ഷാവിധിയും നമുക്ക് ഇനി ഇല്ല.
ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ ഞാൻ ആദ്യമേ പറയുകയാണ്. മറ്റന്നാൾ വെള്ളിയാഴ്ച നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് ചെന്നൈയിലാണ്. ചെന്നൈയിൽ ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി അകലെയാണെങ്കിൽ പോലും വരണം. എല്ലാ സിറ്റികളിലും ഫ്രീക്വൻ്റായി വരാൻ കഴിയാത്തത് കൊണ്ട് ഒരുപക്ഷെ വർഷത്തിൽ 1 or 2 ഒക്കെയാണ് ഞങ്ങൾ വരുന്നത്. ബട്ട് യൂട്ടിലൈസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. യേശുവിൽ നിന്നും പ്രാപിക്കുവാൻ, അനുഗ്രഹങ്ങൾ നിറയുവാൻ തീർച്ചയായിട്ടും നിങ്ങൾ വരണം. വരുമ്പോൾ പ്രത്യേകിച്ച് ഇതുവരെ നമ്മുടെ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ ലഭിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടി ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ട ആശിഷമാരി ആയിരക്കണക്കിന് പേരുടെ കൈകളിലെത്തി അവർ വായിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട്. ദിസ് ഈസ് ഇൻ മലയാളം. മലയാളത്തിലുള്ള ഈ പുസ്തകം ഒരു കഥാരൂപത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അതിലൂടെ പഠിക്കുന്നത് കഥയല്ല, കഥാപാത്രങ്ങളുമല്ല, ദൈവത്തിൻ്റെ വചനമാണ്. നിങ്ങളൊരു നോട്ട്ബുക്ക് വാങ്ങി ഇതിലുള്ള ചോദ്യങ്ങൾ അതിലേക്ക് പകർത്തി ഓരോ അധ്യായത്തിന് ശേഷവും ആ ചോദ്യങ്ങൾക്കനുസരിച്ച് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതാമെങ്കിൽ ദൈവവചനത്തിലെ അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ആ ടീച്ചിങ്സ്, യേശുവിൻ്റെ ടീച്ചിങ്സ് നിങ്ങളുടെ അകത്ത് ചെന്നിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട ഒന്നാണ് എൻ്റെ പ്രാർത്ഥനാ ഡയറി. ഇതുവരെ കിട്ടിയിട്ടില്ലാത്തവർ ഒന്നുകിൽ ഇന്ന് തന്നെ സ്ക്രീനിലെ നമ്പറിൽ വിളിച്ച് ആവശ്യപ്പെടുക, അല്ലെങ്കിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് കരസ്ഥമാക്കാം. ഇംഗ്ലീഷിലും മലയാളത്തിലുമുണ്ട്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കൂടുതൽ താല്പര്യപ്പെടുന്നവർക്ക് ഇതൊരു ഗിഫ്റ്റായി വാങ്ങിച്ചു കൊടുക്കുകയോ നിങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്താൽ, ബൈബിളിനോട് ചേർത്ത് വെച്ച് എപ്പോഴും ഇത് ഉപയോഗിക്കാമെങ്കിൽ തീർച്ചയായും കർത്താവ് പ്രാർത്ഥനാ ജീവിതത്തെ അനുഗ്രഹിക്കും. യു വിൽ കം ഫോർത്ത് വിത്ത് എ ലോട്ട് ഓഫ് ടെസ്റ്റിമണീസ്. ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറാത്ത കോഫ്, ഭയങ്കരമായ ചുമയും അതോട് ചേർന്നുള്ള വീസിങ്ങും ശ്വാസമുട്ടലുമല്ല, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. കഴുത്തിൻ്റെ വേദന സൗഖ്യമാകട്ടെ, നട്ടലിൻ്റെ വേദന സൗഖ്യമാകട്ടെ. സ്പോണ്ടിലൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവരെ അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നവർക്ക് പൈതങ്ങൾ ഉണ്ടാകട്ടെ. താങ്ക് യു ഫാദർ, ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ഹാർട്ടിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. പാൾപിറ്റേഷൻസ്, ഹൃദയമിടിപ്പ് കൂടുന്നത് അല്ലെങ്കിൽ കുറഞ്ഞു പോകുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹാർട്ടിൻ്റെ വാൽവുകൾക്കുള്ള ബ്ലോക്കുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. താങ്ക് യു ഫാദർ. അതുപോലെ ഓരോ ജോയിൻറ്റുകളിലുമുള്ള വേദന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. വളരെ സ്ട്രേഞ്ചായിട്ട് മറ്റൊന്ന് കർത്താവിനെ കാണിക്കുന്നത് ഒരു വ്യക്തിയുടെ പല്ലുകൾ മൊത്തത്തിൽ, ഓരോ പല്ലുകളിലും ഭയങ്കരമായ വേദന, നിങ്ങൾ ഭക്ഷിക്കാൻ സാധിക്കുന്നില്ല, അതുപോലെ പല്ലിൽ ഭയങ്കരമായ വേദന. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആ വേദനകളെല്ലാം മാറിപ്പോകട്ടെ. ആസ്മാരോഗം സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ, ഇൻ ജീസസ് നെയിം. അതുപോലെ ഏതൊക്കെയോ ജോയിൻറ്റുകൾ മടക്കാൻ കഴിയാതെ, ചിലപ്പോൾ കാലിലാകാം, കയ്യിലാകാം, ജോയിൻറ്റുകൾ മടക്കാൻ കഴിയാതെ സ്റ്റിഫായി പോയ ചില വ്യക്തികൾ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. പൈൽസ് രോഗം, അതോടൊപ്പം ഒത്തിരി ബ്ലഡൊക്കെ പോകുന്ന വ്യക്തികൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. യൂട്രസിനകത്തുള്ള മുഴകൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. കർത്താവെ, പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. നിങ്ങൾ ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി നിങ്ങളുടെ രോഗസൗഖ്യത്തെ, വിടുതലുകളെ സ്വീകരിക്കുക. നിങ്ങളുടെ വിഷയം എന്തായിരുന്നാലും, നിങ്ങളുടെ വിഷയം ഒരു പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ലായിരിക്കും, പക്ഷേ യേശു അറിയുന്നു. യേശുവിൻ നാമത്തിൽ സകലരും അതുപോലെ വിടുതൽ പ്രാപിക്കട്ടെ. അലർജികൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. നാളത്തെ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ബ്ലെസ്സിങ് ടുഡേ ഇപ്പോഴും അറിയാത്ത ഒത്തിരി പേരുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനോട്, റിലേറ്റീവ്സിനോട് പറയണം. ഈ സമയത്ത് ഈ പ്രോഗ്രാം കാണാൻ പറയുക. കർത്താവ് അവരെയും സ്പർശിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. സീ ടുമോറോ. ബൈ. ബൈബിൾ ആൻഡ് യുവിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം: അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല, പക്ഷേ നല്ല സൗന്ദര്യമുള്ളത് എന്ത്? വാട്ട് ഈസ് വെരി ബ്യൂട്ടിഫുൾ ബട്ട് നെയ്തർ ടോയിൽ നോർ സ്പിൻ? ഓപ്ഷൻസ്: എ മുല്ല, ബി റോസ്, സി ലില്ലി, ഡി താമര.
നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരങ്ങൾക്ക് സമ്മാനം നൽകുന്നത് OM ബുക്സ് ആണ്. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 4222 ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.